അലക്സാണ്ടർ. പുരാതന മാസിഡോണിയയിലെ ഒരു ഗ്രീക്ക് രാജാവായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സൈന്യാധിപരിൽ ഒരാളായി അദ്ദേഹം വാഴ്ത്തപ്പെടുന്നു. യുദ്ധത്തിൽ ഇദ്ദേഹം ഒരിക്കലും തോറ്റിട്ടില്ല. മരണമടയുമ്പോഴേക്ക് അലക്സാണ്ടർ പുരാതന ഗ്രീക്കുകാർക്ക് പരിചിതമായ പ്രദേശങ്ങൾ ഒട്ടുമിക്കവയും കീഴടക്കിയിരുന്നു. BC 356 അലക്സാണ്ടർ ജനിച്ചത്. ഫിലിപ്പ് രണ്ടാമൻ്റെ പിൻഗാമിയായി BC 336 തൻ്റെ 20ാമത്തെ വയസ്സിൽ അദ്ദേഹം അധികാരത്തിലേറി. അലക്സാണ്ടർ ഏഷ്യ മൈനർ കീഴടക്കി. 10 വർഷം കൊണ്ട് പേർഷ്യയുടെ ആധിപത്യം അവസാനിപ്പിച്ചു. ഡാരിയസ് മൂന്നാമനെ പരാജയപ്പെടുത്തി. BC 326 അദ്ദേഹം ഇന്ത്യ കീഴടക്കി. എന്നാൽ സൈന്യത്തിൻ്റെ അഭിപ്രായം കണക്കിലെടുത്ത് ഗ്രീസിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. തൻ്റെ 36ാമത്തെ വയസ്സിൽ ബാബിലോണിയയിൽ വെച്ച് അലക്സാണ്ടർ അന്തരിച്ചു. ലോകത്തിൻ്റെ അറ്റങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ചൊരു യോദ്ധാവായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടറുടെ പടയോട്ടത്തിൻ്റെ ഫലമായി സാംസ്കാരിക സങ്കലനങ്ങൾ ഉണ്ടായി. ഗ്രീക്കോ ബുദ്ധിസം ഉടലെടുത്തു. 20ഓളം നഗരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയുണ്ടായി. ഈജിപ്തിലെ അലക്സാണ്ട്രിയ ഇതിൽ പ്രസിദ്ധമാണ്. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വ്യാപനവും ഹെല്ലനിസ്റ്റിക് സംസ്കാരത്തിൻ്റെ ഉദയത്തിനും അലക്സാണ്ടറുടെ പടയോട്ടം കാരണമായി. 15ാം നൂറ്റാണ്ടിലെ ബൈസാൻഡിയൻ സാമ്രാജ്യത്തിൽ ഗ്രീക്ക് സംസാരിക്കുന്നവരുടെ എണ്ണം കൂടുതലായത് അലക്സാണ്ടറുടെ കാലത്തെ ഗ്രീക്ക് സ്വാധീനം വ്യക്തമാക്കുന്നു. ഇന്നും മിലിറ്ററി അക്കാദമികൾ അദ്ദേഹത്തിൻ്റെ തന്ത്രം ഉപയോഗിച്ചു പോരുന്നു. ഗുരുവായ അരിസ്റ്റോട്ടലിനെ പോലൊരു തന്ത്രശാലിയായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടർക്ക് ശക്തമായൊരു സൈന്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പാൻ ഹെലനിക് എന്ന പദവിയിലേക്ക് എത്തിച്ചേർന്നു. അക്കീമിയൻ സാമ്രാജ്യം ആക്രമിച്ചു. അലക്സാണ്ടറുടെ പടയോട്ടത്തിൻ്റെ ഫലമായി സാമ്രാജ്യം വിശാലമായി. അലക്സാണ്ടറുടെ മരണശേഷം ആഭ്യന്തര യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ടായി. അങ്ങനെ സാമ്രാജ്യം ഛിന്നഭിന്നമായി. ലോകത്തെ എക്കാലവും സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ് അലക്സാണ്ടർ ചക്രവർത്തി.